നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഇറങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് തിങ് എന്താണെന്നറിയാമോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ പ്രീ അപ്രൂവൽ ഉണ്ട്. പ്രീ അപ്രൂവൽ എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പ്രീ അപ്രൂവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കർ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര എമൗണ്ട് ലോൺ എടുക്കാൻ പറ്റുമെന്ന് വരുന്ന ഒരു അപ്രൂവൽ ലെറ്ററാണ് ഈ പ്രീ അപ്രൂവൽ ലെറ്റർ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഈ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് ബാങ്ക് അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കർ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് അവർ എത്ര വരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ലോൺ എമൗണ്ട് തരാം എന്ന് പറയുന്ന ഒരു ഇതാണ് പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രീ അപ്രൂവൽ ലെറ്റർ ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കത് കിട്ടും. ഇത് അവരെന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ലോൺ എത്രയുണ്ട്, നിങ്ങൾക്ക് എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും കൂടെ ടോട്ടൽ ഇൻകം എത്ര വരുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ലയബിലിറ്റി ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് എത്രയുണ്ട്, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണ്, അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻകത്തിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര ഒരു എമൗണ്ട് കിട്ടും എന്ന് അവർ പറയുന്നത് ഈ പ്രീ അപ്രൂവൽ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ആരോടെങ്കിലും സംസാരിച്ചിട്ട് നമുക്ക് ഇത്രയൊക്കെ എലിജിബിലിറ്റി ഉണ്ടാവും എന്നുള്ളൊരു അസംഷനിൽ പ്രോപ്പർട്ടി മാർക്കറ്റിലോട്ട് പോകും, ഓഫർ കൊടുക്കും, അത് കഴിയുമ്പോൾ അത്രയും ലിമിറ്റ് ഉണ്ടാവില്ല. നമ്മൾ പ്രീ അപ്രൂവൽ ലെറ്റർ എല്ലാം വെരിഫൈ ചെയ്ത് ബാങ്ക് നമുക്ക് തരുന്നത് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സേഫ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തന്നെ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ബിഫോർ വി പുട്ട് ഓഫർ. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, ഈ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് അതൊരു ബൈൻഡിങ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കുമായിട്ടോ മോർഗേജ് ബ്രോക്കറുമായിട്ടോ ഇത് പ്രീ അപ്രൂവൽ ലെറ്റർ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ആ ബാങ്കിന്റെ കൂടെ പോകണമെന്നോ അങ്ങനെ ഒരു യാതൊരുവിധ ക്രൈറ്റീരിയ ഇല്ല. ജസ്റ്റ് ദേ ആർ ചെക്കിംഗ് ഹൗ മച്ച് യു ആർ എലിജിബിൾ ഫോർ ഗിവിംഗ് ആൻ അപ്രൂവൽ ലെറ്റർ. ദാറ്റ്സ് ഓൾ. ഫോർ എക്സാമ്പിൾ നമുക്ക് ബാങ്ക് എയിൽ നിന്ന് പ്രീ അപ്രൂവൽ ലെറ്റർ എടുക്കാം, പിന്നെ നമുക്കൊരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ബാങ്ക് ബി നമുക്ക് ബെറ്റർ ലോൺ തരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബിയുടെ കൂടെ പോകാം. പ്രീ അപ്രൂവൽ എടുക്കുന്ന ബാങ്കിൽ നിന്ന് നമ്മൾ അവരുടെ കൂടെ പോകണമെന്ന് യാതൊരുവിധ റൂളും ഇല്ല. പിന്നെ ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത്, ഈ പല പ്രാവശ്യവും പ്രീ അപ്രൂവൽ പല ബാങ്കിന്റെ സൈഡിൽ നിന്ന് നമ്മൾ അപ്രൂവലിനും റിക്വസ്റ്റിനും ഒക്കെ പോകുന്ന സമയത്ത് അവർ ക്രെഡിറ്റ് ചെക്ക് നടക്കുന്നുണ്ട്. അത് അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒന്നോ രണ്ടോ ബാങ്കിൽ ചെയ്യുക. അപ്പോൾ ഒരുപാട് ബാങ്കുകളിൽ പോയി നമ്മുടെ ക്രെഡിറ്റ് ചെക്സ് അങ്ങനെ നടത്തുന്നതും ലോണിന് വേണ്ടി ആപ്ലിക്കേഷൻ ഇടുന്നതും ചെക്സും അതത്ര നല്ലൊരു ഇതല്ല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യണം എപ്പോഴും. യൂഷ്വലി പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് ഒരു സർട്ടൺ ടൈമിലോട്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു 90 days ആയിരിക്കും. ചില ബാങ്കിൽ അത് ഡിപ്പെൻസ്. പിന്നെ പ്രീ അപ്രൂവൽ ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അത്ര ഒരു ടഫ് അല്ല, ബട്ട് അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് തൊട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് നല്ലൊരു മോർഗേജ് ബ്രോക്കറോ നല്ലൊരു ബാങ്കുമായിട്ട് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ പ്രീ അപ്രൂവൽ ലെറ്റർ എടുക്കുക എന്ന് പറയുന്ന അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അത്. അപ്പം എനിക്ക് പറയാനുള്ളത്, അപ്പം നിങ്ങൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ പ്രീ അപ്രൂവൽ ലെറ്റർ വാങ്ങി കയ്യിൽ വയ്ക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.